തോം തോം തക്കിടത്തോം തക്കിടത്താളം തോം 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 തക്കിടത്താളം തോം 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 തോം. ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ? നിങ്ങൾ ഈ വീഡിയോ നോക്കിയേ, നമ്മൾ അലിൻ ജോസ് പെരേരയാണ് ഡാൻസ് കളിക്കുന്നുണ്ടല്ലേ. ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതാണ്. അപ്പം ഞാനിങ്ങനെ ഇതിൻ്റെ കമൻസൊക്കെ വായിക്കുന്ന സമയത്ത് കുറേ തെറികളൊക്കെ കാണലുണ്ട്. തെറി വിളിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ വെറുതെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്താ അറിയോ, ഇവരുടെ ലോകത്ത് സൂപ്പർ സ്റ്റാർ ഉണ്ട്, ലേഡി സൂപ്പർ സ്റ്റാറുകളുണ്ട്, ഒന്നും രണ്ടൊന്നല്ല, കുറേ ഉണ്ട്. വില്ലന്മാരുണ്ട്, കുറേ മീഡിയക്കാരുണ്ട്. ഒരു അത്ഭുത ലോകമാണ് ഇവർക്ക് ആരെക്കുറിച്ചൊരു ടെൻഷനോ ആരുടെ ഒരു കമ്മിറ്റ്മെൻറ്റോ, ഇവരെ തെറി വിളിച്ചു കഴിഞ്ഞാലൊന്നും ഇവർക്ക് ഒരു പ്രശ്നമില്ല. ഇപ്പം അലിൻ ജോസ് പെരേര സൂപ്പർ സ്റ്റാർ ആണെങ്കിൽ അപ്പുറത്ത് ആറെണ്ണനുണ്ട് കട്ടക്ക് നിൽക്കുന്ന അലിൻ ജോസ് പെരേര കൂടെ ഓരോ താരമൂല്യങ്ങളാണ്. അതായത് അലിൻ ജോസ് പെരേര ടോപ്പാണോ ആറെണ്ണനാണോ മികച്ചത് എന്നുള്ള അവർ തമ്മിൽ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാരെന്ത് പറഞ്ഞാലും ഇവർക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾ ഈ ഡിപ്രഷനും കുറേ ടെൻഷനും കാര്യങ്ങളും ഓരോന്നിനെ കുറിച്ച് ആലോചിച്ച് നടക്കുന്ന സമയത്ത് ഇവരെ വീഡിയോ തെറി പറയാനല്ലാതെ വെറുതെ ഇങ്ങനെ ഇരുന്ന് നോക്കിയൊക്കെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരും. നമ്മളിങ്ങനെ ചിന്തിക്കും, കണ്ടില്ലേ ഇവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല, ഭയങ്കര രസമായിട്ട് ജീവിതം ആസ്വദിച്ച് ഭയങ്കര രസമായിട്ട് ഇവരിങ്ങനെ പോകുന്നു. ഇവർക്കിടയിൽ വലിയ വലിയ ഡയറക്ടർമാരുണ്ട്, ഭയങ്കര ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്ത് രസമായിട്ടാണ് അവർ ജീവിതം, ആരെക്കുറിച്ചും ഒരു ടെൻഷനും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലേ. അപ്പം ഞാനിന്ന് സത്യം പറഞ്ഞ എന്തോ ഒരു മൂഡ് ഓഫ് സമയത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കണ്ട ഭയങ്കര സന്തോഷം വന്ന്. ഒരു ടെൻഷനും ഇല്ല, ഇവരെപ്പം നോക്കിയാലും ഇവർ ഹാപ്പിയാണ്, ഇവർ ഭയങ്കര ബിസിയാണ്, ഭയങ്കര ചർച്ചകളിലാണ്. ആ പ്രൊജക്റ്റ് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ എവിടെ റിലീസാവുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ദിവസം ഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മളാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷനൊക്കെ അടിച്ച് നടക്കുന്നത്. ഇവരെ ഈ വേൾഡിലോട്ടൊന്ന് കടന്നാൽ, തെറി പറയാനല്ലാതെ നോർമലായിട്ട് നമ്മളൊന്ന് കടന്നു ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്കുള്ള പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നങ്ങളേ അല്ല. കണ്ടില്ലേ? അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ പറയണം തോന്നി. എന്നെ ആരും തെറി വിളിക്കണ്ട, കണ്ടപ്പോൾ പറയാൻ തോന്നി, അത്രേ ഉള്ളൂ.